ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ 139 സെഷനാണല്ലോ ഇത്. 5-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 2ാമത്തെ വിചിന്തനവും ഹല്ലേലൂയ ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിന്റെ 2ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. 5-ാം സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നവർ അനേകരുണ്ട്. പക്ഷെ അവിടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വന്തമാക്കുന്ന ഒരു ചുരുക്കമാണെന്ന് മദ്രസ പറയുകയായിരുന്നല്ലോ. നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായും. അവിടെ ഒത്തിരി ആഗ്രഹിച്ച് അന്വേഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാൻ ദൈവത്തെ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന മദ്രസ പറയുകയായിരുന്നു. ആ അമൂല്യ നിധി ഒളിഞ്ഞു കിടക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് കണ്ടെത്തുന്നത് വരെയും ഗവേഷണം നടത്തുവാൻ അവിടുന്ന് തന്നെ നമുക്ക് നേതൃത്വവും ആത്മീയ വീര്യവും നൽകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സെഷൻ പറയുക, രത്നവ്യാപാരിയുടെ രത്നം കണ്ടെത്തുന്ന വ്യാപാരി എല്ലാം വെച്ച് സ്വന്തമാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. മദ്രസ സൂചിപ്പിക്കുന്നത് ഇവിടെ വീണ്ടും മദ്രസ 10:13 മറ്റൊരു ഉപമ പറയുക, ദൈവരാജ ഉപമ. നിധി മറിഞ്ഞു കിടക്കുന്ന വയല് കണ്ടെത്തുന്ന വ്യക്തി സന്തോഷത്തിൽ പോയി ആ കാര്യം ആരോടും പണ്ടാതെ പോയി ആ വയൽ മേടിക്കും. ഒന്നും മിണ്ടാതെ വയൽ വാങ്ങിച്ചു, എന്നിട്ട് നിധി സ്വന്തമാക്കുകയാണ്. അതുപോലെ ആ സ്വർഗരാജ്യം കണ്ടെത്തുന്ന വ്യക്തികൾ സന്തോഷത്തോടെ പോയി വില കൊടുത്ത് ആ കാര്യം കയ്യിലെടുക്കണം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന നിധി ആ മറിഞ്ഞു കിടക്കുന്ന വയൽ നമ്മുടെ തന്നെ ഉള്ളാണെന്ന് മദ്രസ പറയുകയാണ്. ആ അമൂല്യ നിധി ഒളിഞ്ഞു കിടക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് കണ്ടെത്തുന്നത് വരെയും ഗവേഷണം നടത്തുവാൻ, അന്വേഷിക്കുവാൻ അവിടുന്ന് തന്നെ നമുക്ക് നേതൃത്വം നൽകട്ടെ. നേതൃത്വം ആത്മീയ വീര്യവും. നേതൃത്വം എന്ന് വെച്ചാൽ നമ്മളെ നയിക്കട്ടെ. സുവിശേഷത്തിന്റെ ഉപദേശങ്ങളിലൂടെ ഈശോ നമുക്ക് ആവശ്യമായ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനാണ് വഴി. ആ വഴിയെ വന്നാൽ നിങ്ങൾ ജീവൻ സത്യം അറിയും, ജീവൻ പ്രാപിക്കും, കണ്ടെത്തും. ദൈവത്തിങ്ങനെ എത്തും, പിതാവിൻ്റെ പക്കലെത്തും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. നമ്മളത് യോഹന്നാൻ 14 വായിക്കുമ്പോൾ സ്വർഗത്തിൽ ദൂരെയുള്ള സ്വർഗഭവനത്തെ ചിന്തിച്ചു പോവുകയാണ്. ആ സ്വർഗഭവനം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് കിട്ടുമ്പോഴേക്കും ഈശോ പറഞ്ഞു തന്ന വഴിയിലൂടെ അല്ലാതെ ആരും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം പ്രാപിക്കുന്നില്ല, 7-ാം സ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്ന അർത്ഥവും അതേപടി നമുക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതാ പറയുന്നത്. അപ്പൊ ഈശോയാണ് വഴി കാണിച്ചത്, നേതൃത്വം തരുന്നത്. ഈശോ മുന്നേ പോവുകയാണ്. ഞാൻ ഇടയനാണ്, ഇടയൻ ആടുകളെ പുറത്തിറക്കിയിട്ട് മുന്നേ പോകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് അവ എന്നെ അനുഗമിക്കുന്നു എന്ന് ഈശോ പറയുന്നു. നമുക്കറിയാം യോഹന്നാൻ 10. അപ്പം ആടുകളെ ഇടയൻ നയിക്കുകയാണ്, നയിച്ചു കൊണ്ടുപോവുകയാണ്. ഈശോയ്ക്കാണ് നേതൃത്വം. ആ ഒരു നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് വചനത്തിന്റെ പാതയിലൂടെ നീങ്ങാൻ വീണ്ടും നേതൃത്വവും ആത്മീയ വീര്യവും നൽകട്ടെ. നല്ല ആത്മീയമായ കരുത്ത് വേണം, ചുണ വേണം, തീക്ഷ്ണത വേണം നൽകട്ടെ. എനിക്ക് ബോധജ്ഞാനം തരുവാൻ കർത്താവ് തിരുമനസ്സാകുന്ന പക്ഷം നിങ്ങൾക്കത് വിവരിച്ചു തരുവാൻ ഞാൻ ശ്രമിക്കാം. എനിക്ക് തമ്പുരാൻ ആവശ്യത്തിന് വ്യക്തത, ബുദ്ധിക്ക് പ്രകാശം തന്ന ഞാൻ വിവരിച്ചു തരാം. 3-ാമത്തെ ഖണ്ഡിക ആത്മീയ വീര്യം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതായത് കർത്താവ് നമുക്ക് നേതൃത്വവും ആത്മീയ വീര്യവും നൽകട്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ വീണ്ടും ആ 2-ാം കാര്യം എടുത്തു പറയുകയാണ്. ആത്മീയ വീര്യം എന്ന് ഞാൻ പറഞ്ഞത് ശരീരത്തിന് ദൈവം തിരുമനസ്സാകുന്ന പോലെ വല്ല ഹാനിയും സംഭവിച്ചാലും അത് നിമിത്തം വലിയ നഷ്ടമൊന്നും വരാനില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം കൺഫ്യൂഷൻ പോലെ തോന്നും വായിക്കുമ്പോൾ. ഞാൻ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെയാണ്, ശരീരത്തിന് വല്ല ഹാനിയും സംഭവിച്ചാലും നഷ്ടമൊന്നും വരാനില്ല എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ബോഡി ഈസ് നോട്ട് ഇൻഡിസ്പെൻസിബിൾ. ശരീരത്തിന്റെ ആരോഗ്യം ഇവിടെ അത്ര നിർബന്ധം അല്ലെന്നാണ് മദ്രസ പറയുന്നത്. ആത്മാവിന്റെ വീര്യം വേണം. ചില ആരോഗ്യമില്ലാത്തവർക്ക്, രോഗാവസ്ഥയിൽപ്പെട്ടവർക്ക്, കിടപ്പായിപ്പെട്ടവർക്ക്, പോയവർക്ക് ശരീരത്തിന്റെ ആരോഗ്യമുള്ള പ്രായം എന്തോ ആയിക്കോട്ടെ, ശരീരത്തിന്റെ ആരോഗ്യം വെച്ച് നേടിയെടുക്കുന്നതല്ല ഇത്. അതുകൊണ്ട് അത് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് ആത്മീയ വീര്യം മദ്രസ എടുത്തു പറയുന്നത്. ഇനി എന്തെങ്കിലും ദൈവം തിരുമനസ്സായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു, അപകടങ്ങൾ വന്നു, കിടപ്പായി പോയി, പറ്റിയാലെന്നായി, അതിന്റെ പേരിലൊന്നും നമുക്ക് ഈ അന്വേഷണം നിർത്തേണ്ട ആവശ്യമില്ല, പോരായി വരികയില്ലെന്നർത്ഥം. അവിടുത്തെ സമ്പത്തെല്ലാം കൈവശപ്പെടുത്തുവാൻ ആർക്കും പ്രയാസമില്ല. ഓരോരുത്തരും സ്വന്തം കഴിവ് പ്രയോഗിച്ചാൽ മതി, അവിടുന്ന് തൃപ്തിപ്പെട്ടുകൊള്ളും. ഓരോരുത്തരും സ്വന്തം കഴിവ് പ്രയോഗിച്ചാൽ മതി. അപ്പൊ അവിടുത്തെ സമ്പത്തെല്ലാം കൈവശപ്പെടുത്താൻ ആർക്കും പ്രയാസമില്ല. ഇപ്പൊ വയലിലെ നിധി അല്ലെ രത്നവ്യാപാരി കിടന്ന വലിയ രത്നം, അത് കൈവശപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വലിയ പ്രയാസമില്ല. രത്നവ്യാപാരി ആ രത്നം കൈവശപ്പെടുത്തി,
നിധി കണ്ടെത്തിയ വ്യക്തി ആ വയല് നിധിയോടുകൂടെ സ്വന്തമാക്കി. എങ്ങനെയാണ്? വേറെ ആൾക്കാരുടെ സഹായത്തോടെ മോഷ്ടിച്ചിട്ട് വല്ലോ? ഒന്നുമല്ല. അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ അവര് വിലയായിട്ട് കൊടുത്തു. അവർക്കുള്ളത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പം അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയെന്ന് ഈശോടെ പറയുന്നത്. അതിന്റെ മദ്രസ പറയുന്നത് തമ്പുരാന്റെ ഈ നിധി അല്ലെ രത്നം, നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം സ്വന്തമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് നമ്മുടെ കഴിവ്, ഓരോരുത്തരും സ്വന്തം കഴിവ് പ്രയോഗിച്ചാൽ മതി. അവർ തൃപ്തിപ്പെട്ടുകൊള്ളും. നമുക്കില്ലാത്ത കഴിവ് ഉണ്ടാക്കാനൊന്നും പോകണ്ട. ഓരോരുത്തർക്ക് സാധ്യമായ രീതിയിൽ കൊച്ചുറേസ്യ സ്വന്തമാക്കിയത് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് നമുക്കറിയാം. അതുകൊണ്ട് ഓരോരുത്തർക്കും അതിനുള്ള ദൈവം നൽകിയിരിക്കുന്ന 5 അപ്പവും 2 മീനും ഇല്ലേ, അതാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ അത് കൊണ്ടുപോവാം. നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടുപോവാം. അത് എനിക്ക് സമർപ്പിച്ചേ. അപ്പൊ അത് ഞാൻ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമർത്ഥമായിട്ട് തരാം. അതാണ് ഈശോയുടെ ദൈവത്തിന്റെ ശൈലി. അപ്പൊ നമുക്കുള്ള കഴിവുകൾ എത്ര കുറച്ചായിക്കോട്ടെ അത് മുഴുവൻ അവിടുന്ന് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അവിടെ തൃപ്തിപ്പെട്ടുകൊള്ളും. അങ്ങേ മഹിമ പ്രഭാവം സ്തുതിക്കപ്പെടട്ടെ. എന്നാൽ പുത്രന്മാരെ, ആ മഹാദാനം സിദ്ധിക്കണമെങ്കിൽ സമസ്തവും അങ്ങേക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഒന്നും ഒളിച്ചു വെക്കരുത്. അപ്പം 2 കാര്യമാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ആർക്കും ഇത് സ്വന്തമാക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒത്തിരി വലിയ അസാധ്യമായ കാര്യങ്ങൾ പറയും, ഒന്നും പോയി ഭാരപ്പെട്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ളത് കൊടുത്താൽ പരിശ്രമിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. പിന്നെ പറയുകയാണ്, പിന്നെ ഉള്ളത് മുഴുവനും കൊടുക്കണം. ഉള്ളത് മുഴുവനും കൊടുത്തെങ്കിൽ ഇത് കിട്ടുകയുള്ളൂ. അത് കുറച്ച് കൊടുത്താൽ പോരാ. അതാണ്. എന്നാൽ പുത്രന്മാരെ, ആ മഹാദാനം സിദ്ധിക്കണമെങ്കിൽ സമസ്തവും അങ്ങേക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഒന്നും ഒളിച്ചു വെക്കരുത്. അല്പവും അധികവും എല്ലാം അങ്ങേക്ക് വേണം. നിങ്ങൾക്കുള്ള ചെറുതോ വലുതോ കുറച്ചോ കൂടിയതോ ഒത്തിരി ഇഷ്ടപ്പെട്ടതോ എന്തോ ആയിക്കോട്ടെ, മുഴുവനായിട്ട് കൊടുത്ത് കൊടുക്കണം. അത് ഈശോ വനത്തിപ്പോൾ നമുക്കറിയാം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സ്വയം ഉപേക്ഷിച്ച് അനുദിനം കുരിശു എടുത്തുക. സ്വയം ഉപേക്ഷിക്കണം. ലൂക്കാ 14:25 വാക്യങ്ങളിൽ ജനക്കൂട്ടങ്ങൾ പിന്നാലെ വരും ഈശോ പറയും, തിരിഞ്ഞു നിന്നിട്ട് എന്നെക്കാൾ കൂടുതലായ അപ്പനെ അമ്മയെ ഭാര്യയെ മക്കളെ നിലങ്ങളെ വസ്തുക്കൾ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും എന്നെ ശിഷ്യനാകാൻ പറ്റത്തില്ല. അവരെല്ലാം വെറുക്കാതെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കാതെ എന്നെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുകയില്ല. സമ്പൂർണമായ ഒരു കൊടുക്കൽ. ഏതാണ് ഏറ്റവും വലിയ കൽപ്പന ചോദിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് മർക്കോസ് 10-ല്ലേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. കുറച്ച് മനസ്സോടെ, പകുതി ഹൃദയത്തോടെ, കുറച്ച് ബലം എടുത്ത് ശക്തി എടുത്ത് അങ്ങനെയുള്ള പരിപാടി നടക്കുകയില്ല. ദൈവത്തിന് മുഴുവനായിട്ട് വേണം. അതൊരു വലിയ കാര്യമാണ്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ഈ വിചിന്തനം ആരംഭിച്ച ശേഷം ആവർത്തിച്ച് കണ്ടു, കേട്ടു, മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് തലകുലുക്കിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ കൊടുക്കലിന്റെ ഒരുപാട് അവസരങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തില്, ദാമ്പത്യ ബന്ധത്തില്, ജോലി സ്ഥലത്ത്, പെരുമാറ്റ മേഖല, അയൽബന്ധങ്ങളെല്ലാം. അപ്പൊ നമ്മളുടേതായ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അഭിലാഷങ്ങള്, രസങ്ങള് ഇത് മാറ്റിവെക്കാൻ കിട്ടുന്ന അവസരം ആവേശത്തോടെ എടുത്ത് അങ്ങനെ അതിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു സ്വയം ഉപേക്ഷിക്കൽ നമ്മൾ പരിശീലിച്ചെടുക്കണം. സ്നേഹമുള്ളവരെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ വീട്ടിൽ ഇച്ചിരി കറി വെക്കുന്നതോ, മീൻ മേടിക്കുന്നതോ, ഇറച്ചി മേടിക്കുന്നതോ, എങ്ങനെ കറി വെക്കണം, അല്ലെങ്കിൽ ഏത് ഉടുപ്പ് മേടിക്കണം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മുടെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ കൂടെയുള്ളവരുടെ ഇഷ്ടത്തെ പരിഗണിക്കുക. അവർക്ക് പ്രോത്സാഹനം, അംഗീകാരം കൊടുക്കുക. നമ്മുടെ ഇഷ്ടം ഒരുപക്ഷെ ആരും അറിയുക പോലും വേണ്ട. വിശുദ്ധ പിതാക്കന്മാർ പറയല്ലേ, വിശുദ്ധിക്ക് വിരുദ്ധമാകാത്തിടത്തോളം, വിശ്വാസത്തിന് വിരുദ്ധമാകാത്തിടത്തോളം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറന്നേക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പക്ഷെ വിശുദ്ധി, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ, വിശ്വാസം വഴിതെറ്റി പോകുന്ന അവസ്ഥ, അത് മാത്രം എടുത്ത് വഴങ്ങാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം എല്ലാ മേഖലയിലും നമ്മൾ എടുത്തേ പറ്റൂ. ഇത് അമൃതിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ട്. ഇത് ആത്മീയചിന്തകൾ കൂടി വരുന്ന നമ്മളിൽ കുറെ ഏറെ പേർക്ക് ഒരു ബ്ലോക്ക് കിടക്കുന്ന സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ താല്പര്യം പോലെ നമുക്ക് ചെയ്യണം. അവര് മാറി നിൽക്കട്ടെ. ഇതാ അങ്ങനെ എൻ്റെ ഇഷ്ടം, ഇതാ എനിക്കിഷ്ടം, എനിക്കിത് മതി, ഈ ഭക്ഷണം മതി, അല്ലെങ്കിൽ ഇത് മതി, അത് മാറി ഞാൻ സമ്മതിക്കരുത് എന്ന് പറയുന്ന ശാഠ്യഭാവം അവിടെ സ്നേഹമുള്ള നമ്മളെ തന്നെ ഒന്ന് ഹനിക്കണം, കൊല്ലണം. നമ്മൾ ചിലപ്പോൾ കോഴിയെ കൊല്ലാറുണ്ട് കറി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആടിനെ കൊല്ലാറുണ്ട്, പന്നിയെ കൊല്ലാറുണ്ട്. അതിനൊന്ന് കൊന്നെടുക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ബലപ്രയോഗം ആവശ്യം. എന്തുമാത്രം തിരിച്ച് ബഹളം വെക്കുന്നു, കരയുന്നു, കൈകാറ്റടിക്കുന്നു, ചിറകിട്ടടിക്കുന്നു അതിനെ കൊല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ
നമ്മളെ തന്നെ കൊല്ലുക, ആത്മീയമായിട്ട് സ്വയം നിഗ്രഹിക്കുക. ആത്മനിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതം, സ്വാഭാവിക പ്രകൃതം, ശരീരവും നമ്മുടെ ലോക അഭിരുചികളും കാര്യങ്ങളും എല്ലാം കണ്ടമാനമിട്ട് ബഹളം വെക്കും. കോഴിയുടെ കഴുത്ത് പിടിക്കുമ്പോൾ കോഴികളെ ചിറകിട്ടിടിച്ച് കാറി കുതിക്കുന്ന പോലെ നമ്മുടെ മനുഷ്യപ്രകൃതവും ലോക അഭിരുചികളും ആസക്തിയുടെ മേഖലയെല്ലാം വല്ലാണ്ട് എതിർ വെക്കും, ബഹളം വെക്കും, ഒച്ച വെക്കും, എതിർക്കും. അത് കണ്ടിട്ട് നമ്മൾ മടുത്താൽ നിർത്തിയാൽ തീർന്നു, നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ തന്നെ ഒന്ന് കൊന്നെടുക്കുക, നിഗ്രഹിക്കുക എന്ന് പറയുന്നത് മിശിഹായ്ക്കുള്ളവർ തങ്ങളുടെ ശരീരത്തെ തന്നെ എല്ലാ വികാരങ്ങളും മോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. എല്ലാത്തെയും വായിക്കുന്നുണ്ടല്ലോ. ഈ ഒരു പ്രക്രിയ അറിഞ്ഞുകൊണ്ട് നമ്മൾ പരിശീലിക്കുന്ന സഹകളെല്ലാം നമ്മൾ മുന്നോട്ടധികം പോവുകയല്ല. ഈ ഒരു വിചിത്രത്തിൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കുള്ള മാറ്റം എടുക്കുന്നതിനെ കുറിച്ച് തന്നെ അവതരിച്ച് പറയുകയാണ്. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മുടെ കഴിവല്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് നോട്ട് മച്ച് എഫർട്ട് ബട്ട് ടോട്ടൽ സറണ്ടർ. നമ്മൾ ഒത്തിരി പരിശ്രമിച്ച് അഭ്യാസങ്ങൾ ചെയ്ത് കയറിയെടുക്കുന്ന കാര്യമല്ല. നമ്മൾ നമ്മെ തന്നെ ശൂന്യമാക്കി വിട്ടുകൊടുക്കുമ്പോൾ തമ്പുരാൻ ചെയ്യും. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മുടെ കഴിവ് ഉപയോഗിക്കണം. നമ്മൾ തീരുമാനമെടുക്കേണ്ടത് എനിക്കുള്ളതെല്ലാം വിറ്റ് ആ രക്തം വാങ്ങിക്കാൻ, ആ വയല് വാങ്ങിക്കാൻ തീരുമാനിക്കണം. ആ ഒരു മനോഭാവം. നിങ്ങളുടെ സമർപ്പണത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ബോധ്യത്തിന് ആനുപാതികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ തിരിച്ചു കിട്ടും. എന്തുമാത്രം സമ്പൂർണമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്തുമാത്രം ഒരു വ്യക്തി സ്ഥലമുണ്ടാക്കുന്നോ അതനുസരിച്ചാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. whatever is received according to the capacity of the receiver എന്ന് പറയാറുണ്ട്. ഒരു വ്യക്തിയുടെ സ്വീകരണ ക്ഷമതയ്ക്കനുസരിച്ചാണ് സ്വീകരിക്കപ്പെടുന്നത്. ഒരു പാത്രത്തിൽ എന്തുമാത്രം വെള്ളം കൊള്ളുമെന്നുള്ളത്, എന്തുമാത്രം മഴ പെയ്ത് വെള്ളം വീണു എന്നുള്ളതല്ല, ടാപ്പിൽ എന്തുമാത്രം വെള്ളം വരാനുണ്ടോ എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് ഈ പാത്രത്തിന്റെ ഉള്ളിൽ എന്തുമാത്രം ഇടയുണ്ട്, എന്തുമാത്രം പാത്രത്തിന് വലുപ്പമുണ്ടെന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. പാത്രത്തിനകത്ത് കുറച്ച് കല്ലും എല്ലാം ഇട്ട് മുക്കാലും കല്ല് കൊണ്ട് മണ്ണിട്ട് നിറച്ചിരിക്കുക പാത്രത്തിനകത്ത്. അങ്ങനെ പാത്രത്തിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള സ്ഥലത്തെ വെള്ളം നിറയാൻ പറ്റുള്ളൂ. അപ്പൊ പാത്രത്തിനകത്തുള്ള ബാക്കി കല്ലും മണ്ണും എല്ലാം എടുത്ത് കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി തുറന്ന് അങ്ങനെ വെച്ച് കൊണ്ടുവന്നാൽ വക്കോളം കിട്ടും. വലിയ പാത്രമാണെങ്കിൽ നിറയെ കിട്ടും. ടാപ്പിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് ആരും ദാഹിക്കുന്നെങ്കിൽ വളരെ സമർത്ഥമായിട്ട് തരും. അപ്പൊ എന്തുമാത്രമാണോ നമ്മളെ തന്നെ ശൂന്യമാക്കി കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മളെ നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കുക. അതിനൊരു അനുപാതമുണ്ട് എന്ന് പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥന സായുജ്യ പദവി പ്രാപിക്കുന്നോ ഇല്ലയോ എന്നതിന് ഇതിനേക്കാൾ ഉത്തമമായ പരീക്ഷണം വേറൊന്നുമില്ല. സായുജ്യ പദവി, 7ാം സദനത്തിൽ ദൈവവുമായിട്ട് ഒന്നാകുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മീയ പരിശ്രമങ്ങൾ, പ്രാർത്ഥനാ ജീവിതം എത്തുമോ ഇല്ലയോ എന്നറിയാനായിട്ട് ഉറപ്പുള്ള ഒരു പരീക്ഷണം, ഒരു ടെസ്റ്റ്, ഒരു മാനദണ്ഡം എന്താണ്? ഇതാണ്. എന്തുമാത്രം നീ കൊടുക്കാൻ സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അതനുസരിച്ചാണ്. അപ്പം ഈ ഒരു മേഖല സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ ആത്മശോധന, ഞാൻ വീണ്ടും പറയുന്ന ആത്മശോധന മാത്രം പോരാ, നമ്മൾ ഓരോരോ അവസരങ്ങൾ ബോധപൂർവ്വം ഓരോ ദിവസവും വരുന്നത് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തണം. ഒരു ടോട്ടൽ സറണ്ടർ, നമ്മളെ തന്നെ ഉപേക്ഷിക്കാൻ. ബേക്കറി ചെന്ന് കയറിയിട്ട് പ്രകാരങ്ങളെല്ലാം കണ്ടു, അതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ രുചിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവർ പറയുന്നത് കേട്ടു, ഗുണമേന്മയെല്ലാം കേട്ട് മനസ്സിലാക്കി. പക്ഷെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ലായെങ്കിൽ അത് ഒരു തരി പോലും എൻ്റെ വായി കിട്ടിയാൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, മേടിക്കാറിയും പോകേണ്ടി വരും. അതുകൊണ്ട് ഈ കൊടുക്കൽ പണം കൈ വെച്ചോണ്ടിരിക്കുകയും വേണം, പ്രകാരം നമുക്ക് സിന്ധിക്കുകയും വേണം, നടക്കുകയില്ല. അപ്പൊ നമ്മളെ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറില്ലതാനും ദൈവത്തെ സ്വന്തമാക്കുകയും ചെയ്യണമെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ഉള്ള് സമ്പൂർണ്ണമായിട്ട് ശൂന്യമാക്കിക്കൊണ്ട് വരണം. അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അങ്ങനെ നമുക്ക് ഈ സ്വയംനിധിക്ക് പരിശീലിക്കാൻ സാധിക്കട്ടെ. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പറയുന്നിടത്തും ദൈവത്തിന് വേണ്ടി നമുക്കുള്ളത് മുഴുവൻ ഉപേക്ഷിക്കുക. ഈശോ വീണ്ടും പറഞ്ഞുള്ള യോഹന്നാൻ 12 ഗോതമ്പോണിയെ കുറിച്ച് പറയുമ്പോൾ 18, 19, 20 വായിക്കുന്നുണ്ടല്ലോ. ജീവൻ സ്വന്തമാക്കുന്നതിന് ദ്വേഷിക്കും, ഈ ലോകത്തെ നഷ്ടപ്പെടുന്നവനാണ് നിത്യജീവൻ സ്വന്തമാക്കുന്നത്. ഗോതമ്പോണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് ഇല്ലെന്നാകുമ്പോൾ ആ ജീവൻ നിറഞ്ഞതും വളർന്നിട്ട് കതിരിട്ട് ഒത്തിരി ധാന്യങ്ങൾ നിറഞ്ഞതായിട്ട് തീരുന്നത്.
ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. തന്നെ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.